വയനാട്ടിലെ ചൂരൽമല ദുരന്തബാധിതർക്കായി മുസ്ലിം ലീഗ് വില കൊടുത്തു വാങ്ങിയത് തോട്ടഭൂമിയല്ലെന്ന യൂത്ത് ലീഗ് ജനറൽ സെക്രട്ടറി പി കെ ഫിറോസിന്റെ വാദം പൊളിയുന്നു. പുനരധിവാസത്തിനായി ലീഗ് വാങ്ങിയ 11 ഏക്കർ ഭൂമി കേസിലാണെന്ന് റവന്യൂ രേഖകൾ. പ്രതിസന്ധി മറികടക്കാൻ സർക്കാരിന്റെ കനിവ് കാത്തിരിക്കുകയാണ് മുസ്ലിം ലീഗ് നേതൃത്വം. എല്ലാ നിയമവശങ്ങളും പരിശോധിച്ചതിന് ശേഷമാണ് വയനാട്ടിലെ ഭൂമി ഏറ്റെടുത്തത്. ആ ഭൂമിക്ക് നിയമക്കുരുക്കുണ്ട് എന്ന് പറയുന്നത് വ്യാജ പ്രചരണമാണ്. എന്നാൽ റവന്യൂ രേഖയിലുള്ളത് ഇങ്ങനെയാണ്. മേപ്പാടി തൃക്കൈപ്പറ്റ വില്ലേജിൽ മുസ്ലിം ലീഗ് വില കൊടുത്തു വാങ്ങിയ 65234 പഴയ സർവേ നമ്പർ ഭൂമി കേസിലാണെന്ന് വ്യക്തമാക്കുന്നതാണ് റവന്യൂ വകുപ്പിൽ നിന്ന് ലഭിച്ച രേഖകൾ. 5 സർവേ നമ്പറുകളിലെ 11.27 ഏക്കർ ഭൂമിക്ക് മൊയ്തു കല്ലങ്കോടന്റെ പേരിലാണ് കേസ്. പ്രസ്തുത ഭൂമിയിലെ 3 ഏക്കറോളം സ്ഥലത്ത് കാപ്പിച്ചെടികളും മറ്റും പിഴുതുമാറ്റിയതായി റവന്യൂ വകുപ്പ് നടത്തിയ അന്വേഷണത്തിൽ കണ്ടെത്തി. 11 ഏക്കർ ഭൂമിയിൽ എത്ര ഏക്കറിനാണ് കേസുള്ളതെന്ന് വൈത്തിരി ലാൻഡ് ബോർഡ് പരിശോധിച്ചു വരികയാണ്. തോട്ടഭൂമി തരം മാറ്റാൻ കഴിയില്ലെന്ന ഉറച്ച നിലപാടിലാണ് റവന്യൂ വകുപ്പ്. മുസ്ലിം ലീഗിന് ഭൂമി കൈമാറിയ വ്യക്തിക്കും കുടുംബത്തിനും 15 ഏക്കറിൽ താഴെ മാത്രമേ ഭൂമിയുള്ളൂവെന്നും അങ്ങനെയെങ്കിൽ ഭൂപരിഷ്കരണ നിയമപ്രകാരം തോട്ടഭൂമിയല്ലെന്നും ലീഗ് നേതൃത്വത്തെ തെറ്റിദ്ധരിപ്പിച്ചതായാണ് വിശ്വസനീയ കേന്ദ്രങ്ങളിൽ നിന്നുള്ള വിവരം. എന്നാൽ ദുരന്തബാധിതരെ പുനരധിവസിപ്പിക്കാനുള്ള ഭൂമിയായതിനാൽ സർക്കാർ കനിഞ്ഞാൽ നിയമക്കുരുക്കിൽ നിന്ന് ഒഴിവാകാനാകുമെന്ന കണക്കുകൂട്ടലിലാണ് ലീഗ് നേതൃത്വം. അമൃത ന്യൂസ്, കോഴിക്കോട്.